എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ജയസൂര്യയെ പറ്റിയുള്ള വാർത്ത നിങ്ങൾ കേട്ടല്ലോ. നന്മമരം ജയസൂര്യ എന്ന് വേണേൽ പറയാം. പുള്ളിയുടെ മോട്ടിവേഷൻ ക്ലാസ്സും എല്ലാം നല്ലതാണ്, സാധാരണക്കാരെ പോലെയുള്ള ഇത്. പക്ഷെ വഴിയിലൊക്കെ കണ്ട സാധാരണ ചില താരങ്ങൾക്ക് വലിയ ജാടയുണ്ടല്ലോ, അങ്ങനെയൊന്നുമില്ല. ജയസൂര്യ ചിരിക്കുകയും സംസാരിക്കുകയോ ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്നാലും ഞാൻ ഇവരെയൊക്കെ വാച്ച് ചെയ്തിട്ട് മനസ്സിലാകുന്നത്, ഇപ്പൊ സിനിമാ ലോകത്ത് വന്ന ദിലീപ് ആണേലും ആദ്യം കളറ് വിറ്റ് നടന്ന, ഏതാണ്ട് നീലം വിറ്റ് നടന്ന എന്നൊക്കെ പറയുന്നേക്കാം. ഈ പുഴയത്ര സാമ്പത്തികം ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്ന, പക്ഷെ എന്തുകൊണ്ടോ ഈ സാമ്പത്തികം ഇല്ലാത്ത ഫാമിലിയിൽ നിന്ന് വന്നിട്ട് പിന്നീട് ഇത് ഉണ്ടായി കഴിയുമ്പോൾ ഉള്ള എല്ലാവരെയും ഞാൻ വാച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിന് അങ്ങനെയുള്ളവർക്ക് പിന്നെ അങ്ങോട്ട് ആർത്തി വിപരുത്തിട്ട്, പണ്ട് നമ്മൾ പഠിച്ച ആ കവിതയില്ലേ, 1000 കിട്ടിയാൽ 10,000 കിട്ടണം, 10,000 കിട്ടിയാൽ ലക്ഷം കിട്ടണമെന്നുള്ള ഒരു അത്യാർത്തിയിലേക്ക് പോയി. പിന്നെ എല്ലാ കേസിലും പോയി ഇവരൊക്കെ ചാടും. ശരിക്കും ഈ സിനിമാ താരങ്ങൾ വന്നു നിന്നിട്ടേ ഒരു വിവരമില്ലാതെ ഈ കറി പൗഡറിന്റെ, മഞ്ജു വാര്യരൊക്കെ ആണെങ്കിലും കറി പൗഡറിന്റെ ഇതിന്റെയൊക്കെ പരസ്യം പറയുന്ന കേൾക്കത്തില്ലേ. മഞ്ജു വാര്യരൊക്കെ ഒരു 10 വർഷം മുന്നേ പ്രതിഫലം അന്ന് അറിഞ്ഞത് 80 ലക്ഷം രൂപയാണ്. ഇപ്പൊ എത്രയായിരിക്കും ഒരു പടത്തിനെന്ന് അറിയില്ല. എന്നാലും ഗുണമേന്മ ഇല്ലാത്ത ചില കാര്യങ്ങളുടെയൊക്കെ പരസ്യം ഇവർ ഏറ്റെടുക്കും. ഇവരെന്തിനാണ് അത് ചെയ്യുന്നത്? ഞാൻ ജനങ്ങളോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഇവരെന്താണ് ഇങ്ങനെ? ലാലേട്ടനൊക്കെ ആണെങ്കിലും കാണുന്നതിന്റെ എല്ലാം ഇപ്പം ബൈജു ആപ്പിന്റെ പരസ്യം എന്തായിരുന്നു ലാലേട്ടൻ കുറച്ചു കാലം, അത് പോയ വഴി നമ്മൾ പുല്ല് പോലും ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ലക്ഷ്യയാന്നും പറഞ്ഞുള്ള ഒരു സംഭവം. ഒരു സ്ഥാപനമാണ്, CMA ആണ് പഠിപ്പിക്കുന്നത്. സംഭവം ശരി. എപ്പോഴത്തെ ട്രെൻഡിങ് BCom കഴിഞ്ഞിട്ടുണ്ടോ ലക്ഷ്യ ചേരും. ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. നിങ്ങളെല്ലാം പാവം പിള്ളേരെ 2 ലക്ഷം രൂപ എങ്ങാണ്ട് വേണം, അതെല്ലാം പഠിച്ചിറങ്ങി കഴിഞ്ഞ് ജോലി കിട്ടുമോ ദൈവമേ, വിദേശത്തൊക്കെയാണെന്ന് പറയുന്നു. നിങ്ങളുടെ ഒപ്പിന് നാളെ രാജ്യം ബഹുമാനിക്കും, നിങ്ങളുടെ ഒപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള പരസ്യവാദ്യ പറയും. ഇല്ലാത്ത കാശുണ്ടാക്കി കൊടുത്താണ് ലക്ഷ്യ പോയി CMA പഠിക്കുന്നത്. വേറെ സ്ഥാപനങ്ങളുണ്ട് CMA പഠിപ്പിക്കുന്നത്, പക്ഷെ എല്ലാവർക്കും ലക്ഷ്യം വന്നാലേ ശരിയാവുള്ളൂ. അങ്ങനെയാണ്. അത് പോട്ടെ, ഇവർക്കൊക്കെ ഒരു സമൂഹത്തിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, ഒരു ബാധ്യതയില്ല. ഇവരെ ജനം ഇഷ്ടപ്പെടുന്നുണ്ട്, അത് തിരിച്ച് ഇവർ നമ്മളോടില്ല. കാരണം ഇവർ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ തന്നെയാണ് പെരുമാറുന്നത്. ഇവരുടെ സിനിമ വിജയിപ്പിക്കുന്ന വലിയ കോടീശ്വരനായ പ്രൊഡ്യൂസർ സിനിമ എടുക്കുന്നു, വലിയ അതേപോലത്തെ ഡയറക്ടറുടെ കീഴിൽ ഇവർ അഭിനയിക്കുന്നു, ഇതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ ഈ സിനിമ വിജയിപ്പിക്കുന്ന ആരാന്നറിയോ? വലിയ കാശുകാർ പോലും അല്ല. അവർ സിനിമ കാണില്ല, അവർക്ക് വീട്ടിൽ ഹോം തിയേറ്റർ കാണും. അവരൊന്നും വന്ന് തിയേറ്ററിൽ പോലും വരികയല്ല. സാധാരണക്കാർ തിയേറ്ററിൽ പോയി കാണുന്നതുകൊണ്ട് മാത്രം വിജയിക്കുന്നത്. അങ്ങ് പറ്റിക്കുന്നതിൽ വലിയ ആത്മാർത്ഥത, മനസാക്ഷി കുത്തില്ല. ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യും. അതിനെല്ലാം പൈസ കിട്ടിയാൽ മതി. ഇപ്പം ED വിളിപ്പിച്ചിട്ടുണ്ട് ജയസൂര്യയെ. 2 കോടി എങ്ങാണ്ട് ജയസൂര്യയുടെ സ്വാദിഖ് റഹീമോ, ആ തട്ടിപ്പുകാരൻ തൃശ്ശൂരുകാരൻ, അയാൾ പറയുന്നത്. അയാളെ പറ്റി പറയുമ്പോഴോ വളരെയധികം വാഗ്മിയാണെന്ന്. അതായത് സംസാരിച്ച ആൾക്കാരെ കീഴ്പ്പെടുത്താനുള്ള കഴിവ്. നമ്മൾ ചിലരോട് നമ്മുടെ ജീവിതത്തിനിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അവരുടെ ആ സംസാരത്തിൽ മാത്രം നമ്മൾ വീഴും. ഒരുപക്ഷെ കാഴ്ചയ്ക്ക് പോലും വലിയ ഭംഗി വേണമെന്നില്ല, അവരുടെ സംസാരത്തിൽ നമ്മൾ വീഴും. വർഷങ്ങളായിട്ട് അവരെ നമുക്ക് പരിചയമുള്ളവർ തോന്നും. എന്നിട്ട് അവരെ വിശ്വസിച്ച് അവർ പറയുന്ന എന്ത് മണ്ടത്തരോ അതേപടി വിഴുങ്ങുന്നേ. എല്ലാവരെയും അല്ല, അങ്ങനെയുള്ളവരുണ്ട്. അപ്പം ആ വാർത്തയൊന്ന് കേൾക്കാം. തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യ ED ചോദ്യം ചെയ്തു. കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി ജയസൂര്യക്ക് കരാർ ഉണ്ടായിരുന്നതായി EDക്ക് വിവരം ലഭിച്ചിരുന്നു. ജെവിൻ ടുട്ടുവാണ് വിവരങ്ങളുമായി ചേർന്നത്. ജെവിൻ, എന്താണ് ജയസൂര്യ കേസുമായി ബന്ധം? അമലി, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ED സോണൽ ഓഫീസിന് മുന്നിലാണ്. ഇന്ന് രാവിലെയാണ് ഇവിടെ ജയസൂര്യയും ഭാര്യ സരിത ജയസൂര്യയും എത്തിയത്. രണ്ടുപേരെയും ED ഇപ്പോഴും ജയസൂര്യയുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും പുറത്തേക്ക് വിട്ടിട്ടില്ല. സരിത ജയസൂര്യയിൽ നിന്നും ED മൊഴിയെടുക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. സേവ് ബോക്സ് എന്ന തരത്തിൽ ഒരു ആപ്പ് കഴിഞ്ഞ 2 വർഷം മുൻപ് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിച്ചിരുന്നു. ഇത് ഓൺലൈൻ വഴി ഇലക്ട്രോണിക് സാധനങ്ങൾ ഉൾപ്പെടെ ലേലത്തുകയ്ക്ക് വിറ്റ് അതിന്റെ അത് കുറഞ്ഞ തുകയ്ക്ക് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു തരത്തിലുള്ള ആപ്പായിരുന്നു. ഈ ആപ്പിന്റെ ഫ്രാഞ്ചൈസി എടുപ്പിക്കാം എന്ന് പറഞ്ഞ് പല ആളുകളിൽ നിന്നായിട്ട് ഈ ആപ്പിന്റെ ഉടമയായ സ്വാതി റഹീം എന്ന തൃശൂർ സ്വദേശി പണം കൈപ്പറ്റുകയും ഈ പണം പിന്നീട് ഈ ആളുകൾ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായ ഒടുവിൽ സ്വാതി റഹീമിനെതിരെ ആദ്യം തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലടക്കം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ ആപ്പ് ഈ സ്വാതി റഹീം ഉപയോഗിച്ചിരുന്നത് ആ സമയത്ത് ഇയാൾ നിരവധി സിനിമാ താരങ്ങളുമായുള്ള അടുത്ത ബന്ധത്തിന്റെ പേരിൽ ഈ താരങ്ങളെ മുൻനിർത്തിയായിരുന്നു. അങ്ങനെ ഈ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി മാറിയ ആളാണ് ജയസൂര്യ. ജയസൂര്യയ്ക്കും ഇതിൽ 2 കോടിയോളം രൂപ വാഗ്ദാനം ചെയ്താണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയത്. കുറെ പണം ജയസൂര്യയ്ക്ക് കൈമാറിയെന്നാണ് സ്വാതി പറഞ്ഞത്. അതിൽ പോലീസ് അന്വേഷണം അടക്കം നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതേ സംഭവത്തിൽ കള്ളപ്പണ ഇടപാട് ആരോപിച്ച് EDയും കേസെടുത്തത്. ഇതിൽ സ്വാതി റഹീമിനെ ED ചോദ്യം ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന പേരിൽ ഈ പണം കൈമാറിയ അക്കൗണ്ട് വിവരങ്ങളൊക്കെ മുൻനിർത്തി ജയസൂര്യയും ED ചോദ്യം ചെയ്യുന്നത്. ആ ജയസൂര്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയെന്ന് മനസ്സിലാവുന്നു. ജയസൂര്യയുടെ അക്കൗണ്ടും പണമിടപാടുകളൊക്കെ ഏറെക്കുറെ കൈകാര്യം ചെയ്തത് സരിത ജയസൂര്യയാണെന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സരിതയിൽ നിന്നും ED വിവരം ശേഖരിക്കുന്നത്. ഇത് 2ാം വട്ടമാണ്. ഇതേ കേസിൽ തന്നെ കഴിഞ്ഞ 2 ദിവസം മുൻപ് ക്രിസ്മസിന്റെ തലേ ദിവസവും ജയസൂര്യയെ ED വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. അതിന് തുടർച്ചയായിട്ട് ഇപ്പോഴും വിവരം ശേഖരിക്കുകയാണ്. എന്തായാലും ഇന്ന് രാവിലെ ഏകദേശം ഒരു 10 മണി സമയത്താണ് ജയസൂര്യ ED ഓഫീസിൽ എത്തിയത്. ഇപ്പോൾ 3:30 സമയമായി. ഇതുവരെയും ഇരുവരും പുറത്തേക്ക് വന്നിട്ടില്ല. വലിയ തട്ടിപ്പാണ് ഈ ആപ്പിന്റെ പേരിൽ നടന്നതെന്നാണ് ED പറയുന്നത്. ഈ സ്വാതി റഹീം പല ആളുകളിൽ നിന്നും, സാധാരണക്കാരായ ആളുകളിൽ നിന്നടക്കം പണം കൈപ്പറ്റുകയും ഇതിന്റെ ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകുകയും ചെയ്തുവെങ്കിലും അങ്ങനെയൊന്നും നൽകിയിട്ടില്ല. ഈ സ്വാതി റഹീമിനെതിരെ നിരവധി ആളുകൾ പരാതി കൊടുത്തു. ആദ്യഘട്ടത്തിലൊക്കെ ഇയാൾ പരാതി ഒതുക്കി തീർക്കുകയും
മനസ്സിലാക്കുകയും പറഞ്ഞ് സംസാരിക്കുകയും ഒക്കെ ആയിരുന്നു. പിന്നീട് തൃശ്ശൂരിൽ തന്നെയുള്ള ഒരു വ്യക്തി പരാതി കൊടുത്തോടുള്ളത് തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കേസായി മാറുകയും അതിനെ തുടർന്ന് മറ്റ് പല പോലീസ് സ്റ്റേഷനിലും സമാനമായ രീതിയിൽ സ്വാതി റഹീമിനെതിരെ കേസുകൾ രൂപപ്പെടുകയും ചെയ്തതാണ്. പിന്നീടാണ് ഇപ്പോൾ അതിലേക്ക് ജയസൂര്യയും വരികയും ഒടുവിൽ ഇഡി തന്നെ ജയസൂര്യയെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇനിയിപ്പോൾ കൂടുതൽ ആളുകളെ വീണ്ടും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും, പ്രത്യേകിച്ച് കൂടുതൽ താരങ്ങളെ അടക്കം ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അമ്പിളി, ഇപ്പൊ സേവ് ബോക്സ്, ഇതാണ് ആ തട്ടിപ്പിന്റെ പേര്. ഇതിനു മുന്നേ നമ്മൾ എന്തെല്ലാം തട്ടിപ്പ് കേട്ടിട്ടുണ്ടല്ലേ? മറ്റേ ആട്, മാഞ്ചിയം, വെള്ളിമൂങ്ങ, നക്ഷത്രയാമ, ഇനി കേൾക്കാനില്ല. ഈ മലയാളികളെ കുറിച്ച് പറയുമ്പോൾ തന്നെ കേരളം ലോകത്തിലെ ഏറ്റവും സാക്ഷരതയുള്ള ജില്ലയാണ്. സാക്ഷരതയുള്ള ആൾക്കാരെ കയറ്റുമതി ചെയ്യുന്ന ജില്ലയല്ല, സംസ്ഥാനം. തെറ്റി, സംസ്ഥാനമാണ്. എന്ന് വെച്ചാൽ സാക്ഷരത എന്ന് പറഞ്ഞാൽ മലയാളി എന്ന് തന്നെ അർത്ഥം വരുന്ന രീതിയിലാണ്. പണ്ടൊക്കെ നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത SLC എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഡിഗ്രിയാണ്. ഡിഗ്രിക്ക് പോലും പിള്ളേർ പോകുന്നില്ല. അതിന് മുന്നേ തന്നെ പിള്ളേർ വിദേശത്തേക്ക് അതും ഇതൊക്കെ പഠിച്ച് പോവുക ചെയ്യുന്നത്. അത്രയും സാക്ഷരത. പക്ഷെ എല്ലാവർക്കും കുറുക്ക് വഴിയിൽ പണക്കാരാവണം, ആ ഒരിത് മലയാളിയുടെ ഉള്ളിൽ കിടപ്പുണ്ട്. എല്ലാവരുടെയും ഒരു കാര്യം അതാണ്, പെട്ടെന്ന് പണക്കാരാവണം. അതിന് പലരുടെയും ജീവിതകഥയൊക്കെ വയ്ക്കും. പുതിയ തലമുറയാണേലും ട്രേഡിങ്, അത് ഇതെന്നൊക്കെ സൂത്രവിദ്യയിൽ കാശുണ്ടാക്കണം. ആ ഒരു രീതിയിലാണ് എല്ലാവരുടെയും പോക്ക്. അപ്പം എങ്ങനെ നോക്കിയാലും മലയാളികൾക്ക് കുറുക്ക് വഴിയിലൂടെ പണം ഉണ്ടാക്കണമെന്നുള്ള ഒരു ചിന്ത മുന്നിൽ കിടക്കുന്നതുകൊണ്ട് ഏത് കാര്യത്തിലും വാഗ്മിയായ ഒരു മനുഷ്യൻ, അതായത് സംസാരിച്ച് വീഴിക്കാൻ കഴിവുള്ള മനുഷ്യനാണ് ഈ സ്വാതി റഹീം എന്ന് പറയുന്നത്. അതുപോലെ പല സിനിമാ താരങ്ങളെ ഇനി പുറത്തേക്ക് കൊണ്ടുവരാനുണ്ട്. അവർ പിന്നെ ആർത്തി വരുത്തിട്ടാണ്. സിനിമാ താരങ്ങൾക്ക് ഈ കോടികളുടെ വില അറിയത്തില്ല, ഇങ്ങനെ വന്ന് മറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത കോടി കിട്ടണമെന്ന് അവർക്ക് തോന്നും. പക്ഷേ ഈ മലയാളികൾ ഇത് ചെന്നുപെട്ട ഒരു ലാപ്ടോപ്പിന് 40,000 രൂപ വിലയുള്ളപ്പം ഈ ഒരു സംഗതി ഇയാൾ 20 കോടി രൂപ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ സംഗതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1 രൂപ അടച്ചിട്ടാണെങ്കിലും ഈ ലേലത്തിൽ പങ്കെടുക്കാം. ഈ 1 രൂപ അടച്ചിട്ട് ഈ ലേലം വിളിക്കുമ്പോൾ ഒരാൾ വിളിച്ച് 2000-3000 രൂപ എത്തുമ്പോഴത്തേനും ലേലം ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ആ ലാപ്ടോപ്പ് കിട്ടുന്നത് അയാൾക്ക് കിട്ടുന്നത് 2000 രൂപയ്ക്ക്. അപ്പോൾ സൂത്രവിദ്യ പൈസ കിട്ടിയില്ല. 40,000 രൂപയുടെ ലാപ്ടോപ്പ് 2000 രൂപയ്ക്ക് കിട്ടി. ആഹാ, എന്താ ലാഭം! ഇപ്പുറത്തൂടെ ഫ്രാഞ്ചൈസി വിറ്റുകൊടുത്തൊക്കെ അവൻ ലക്ഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൻ്റെ ജീവിതശൈലിയൊക്കെ മാറ്റി അവൻ വലിയ പണക്കാരായി കഴിയുമ്പോൾ സിനിമാ താരങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരോട് ഈച്ച ആർക്കുന്ന പോലെ ആർത്ത് വളരെയധികം ഇഷ്ടമാണ് സിനിമാക്കാർക്ക്. സാധാരണക്കാരോട് പുച്ഛ. ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന സാധാരണക്കാരനോട് സിനിമാ താരങ്ങൾക്ക് പുച്ഛമാണ്. കേരളത്തിൽ പിടിച്ച പല തട്ടിപ്പുകാരനും ആ സിനിമയിൽ ഒരു ശകലം അഭിനയിച്ച് ഡോക്ടറായിട്ടോ വക്കീലായിട്ടോ ഒക്കെ അഭിനയിച്ച് കാണും. സിനിമാക്കാരുമായിട്ട് കമ്പനി ആയിരിക്കും. അല്ല, ഇനി ഒരു പീഡനത്തിന് ഒരുത്തനെ പിടിച്ചു, അവന് സിനിമയുടെ മൂല സിനിമ. ഇവർക്കെല്ലാം ഈ അലുകുലത്തിതയുള്ളൂ. എന്നിട്ട് വന്ന് ബിഗ് സ്ക്രീനിൽ വന്നിട്ട് നന്മമരമായിട്ട് നല്ല റോളുകൾ കൈകാര്യം ചെയ്ത് ജനങ്ങളുടെ കൈയടി മേടിക്കും. ഇപ്പുറത്തെ സൈഡിൽ ജനങ്ങളുടെ മുന്നിൽ അതിനെക്കാട്ടും നന്മമരം അങ്ങ് ചമന്ന് മോട്ടിവേഷൻ ക്ലാസ്സും എല്ലാം നടത്തി നന്മമരമാകും. അവസാനം സുപ്രഭാതത്തിൽ പീഡനം. കഴിഞ്ഞ വർഷം എന്താണ് ജയസൂര്യയുടെ ഉണ്ടായത്? സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സെക്രട്ടേറിയറ്റ് ഷൂട്ടിങ് നടക്കുമ്പോൾ ബാത്റൂമിലേക്ക് പോയ സ്ത്രീയെ അവരെ അവിടെ ഇട്ട് പിടിച്ചു എന്നും പറഞ്ഞാണ് അവർ കൊടുത്തത്. അന്ന് അമേരിക്കയിലായിരുന്നു ജയസൂര്യ. അവിടുന്ന് വരാതെ മുൻകൂർ ജാമ്യത്തിനും അതിനും ഇതിനൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഒരു ദിവസം സുപ്രഭാതത്തിൽ വന്ന് ഒരു മൊഴിയെടുക്കലിനൊക്കെ പോയിട്ട് മീഡിയയുടെ മുന്നിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞ് സ്വയം വെള്ളപൂശി പുള്ളി അങ്ങ് മിടുക്കനായി. ഇതിപ്പോൾ ED ആണ് അന്വേഷിക്കുന്നത്. ഇത് എങ്ങനെയായി തീരുമെന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും ഈ സിനിമാക്കാർക്ക് ഒന്നേ പറയാനുള്ളൂ, ജനങ്ങളോട്, അവരുടെ ആ സിനിമ പോയി കാണുന്ന സാധാരണക്കാരായ ജനങ്ങളോട് യാതൊരു ഇതുമില്ല. എങ്ങനെ പറ്റിയ കാശിന് കൊള്ളാത്ത സാധനം കണ്ട പ്രൊമോഷൻ വലിയ പരസ്യം പറഞ്ഞും എടുത്തും ആരും മോശമല്ല, എല്ലാവരും കണക്കാം ഒരേപോലെ. ഈ ജയസൂര്യയുടെ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഇതാണ് ഓർമ്മ വന്നത്. ഒരു സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു വന്ന ആൾക്കാരാണ്. കടന്നുപോയ വഴികളൊക്കെ പിന്നെ അവർക്ക് ഓർമ്മയില്ല, ഒന്നുമില്ല. എങ്ങനെ പറ്റിച്ച് കാശുണ്ടാക്കാന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ജയസൂര്യ തെറ്റുകാരല്ല, ഭാര്യ തെറ്റുകാരനാണെന്നൊന്നും വന്നിട്ടൊന്നുമില്ല. എന്നാൽ ഈ വാർത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇപ്പോൾ 2 വട്ടം വിളിച്ചിട്ടുണ്ട് അവരെ. ഇതിന് മുന്നേ ജയസൂര്യയുടെ പീഡന കേസ് നമ്മൾ കണ്ടാണ്. പക്ഷെ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.